നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തു വെച്ച ടോപ്പിക്കായ സം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞത് സം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സം എന്ന് പറഞ്ഞാൽ അഥവാ തുക, അല്ലെങ്കിൽ കുറച്ച് നമ്പറുകൾ കൂട്ടുക, അതായത് ടേമുകളെ കൂട്ടുക, എന്നിട്ട് 10ാമത്തെ ടേം വരെ എത്ര തുകയുണ്ട്, അല്ലെങ്കിൽ 10 വരെയുള്ള ടേമിന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ ആ 10 വരെയുള്ള ടേമുകളെ കൂട്ടിയിട്ട് അതിന്റെ സം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എത്രയാണോ അത് എഴുതി കൊടുക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള ഇക്വേഷനുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണെങ്കിൽ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു. എന്താണത് നോക്കിക്കോ. ഈ ഇക്വേഷനെ ഒന്ന് മാറ്റിയാലാണ് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുക. അതായത് x1 അവിടെ കിടക്കുന്നുണ്ട്, പ്ലസ് xn പകരം എന്ത് കൊടുക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് xn ഈസ് ഈക്വൽ ടു എന്താണ് x1 പ്ലസ് n-1 ഇൻറ്റു d എന്നല്ലേ. അപ്പോൾ xn പകരം ഇതിന് പകരം എന്ത് കൊടുക്കുക? ഇത് കൊടുക്കുക, ഈ സാധനം കൊടുക്കുക. അപ്പോൾ വീണ്ടും x1 പ്ലസ് എന്താകും? n-1 ഇൻറ്റു d എന്നാവില്ലേ. നോക്കിക്കോളി, എത്ര x1 ഉണ്ട്? 2x1 അല്ലേ. അപ്പൊ 2x1 എഴുതാമല്ലോ. 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്നാവില്ലേ. ഈ സാധനം ഇതിനകത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ 2x1 പ്ലസ് n-1 ഇൻറ്റു d. ഇങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻ കിട്ടിയത് അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയണം. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോബ്ലം ചെയ്ത് അപ്ലൈ ചെയ്ത് കാണാതെ പഠിയും, മനസ്സിലത് പതിയും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ല ഒറ്റയടി കാണാതെ പഠിക്കാം, പിന്നെ കുറച്ച് അങ്ങനെയല്ല. വീണ്ടും റിവൈൻഡ് ചെയ്ത് എഴുതി പഠിക്കണം. അപ്പൊ നമുക്ക് ഒരിക്കലും മറക്കൂല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമ്മൾ പറഞ്ഞെന്താ, ഒരു സം എന്ന് പറഞ്ഞാല് സം എങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും ആവറേജ് എടുത്ത് നമ്പർ ഓഫ് ടേംസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് സം കിട്ടിയത്. ഇൻ ദ കേസ് ഓഫ് ഓഡ് നമ്പർ ആകുമ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഓഫ് ദാറ്റ് സീക്വൻസ് ആയിരിക്കും. അപ്പൊ ആ മിഡിൽ ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. കാരണം എന്താ? ഇറ്റ് ഈസ് ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ആണ്. അപ്പൊ മിഡിൽ ടേമിനെ കൊണ്ട് നമ്പർ ഓഫ് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ഓഡ് നമ്പർ എന്തായിരിക്കും? സം ആയിരിക്കും അതിന്റെ വാല്യൂ. ഇൻ ദ കേസ് ഓഫ് ഈവൻ നമ്പർ ആകുമ്പോൾ മിഡിൽ ടേം ഉണ്ടാവില്ല, മിഡിൽ പെയർ ആണ് ഉണ്ടാവുക. മിഡിൽ രണ്ട് നമ്പർ ആണ് ഉണ്ടാവുക. ആ രണ്ട് നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മിന്റെ അതേ വാല്യൂ ആയിരിക്കും. അപ്പൊ ആ മിഡിൽ പെയറിന്റെ എന്താണ്? സമ്മിന്റെ ആവറേജ് എടുക്കണം, എന്ന് നമ്പർ ഓഫ് ടേംസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം നമുക്ക് ചെയ്തുകൊണ്ട് ഒരു 2-3 പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കായ ആ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. റൈറ്റ് 3 APs with 30 as sum of first 5 terms. ആദ്യത്തെ 5 പദങ്ങളുടെ സം എന്ന് പറയുന്നത് 30. അവിടെ കൊടുത്തിട്ടുണ്ട് 30. അതുപോലെ പറയൂ, അതുപോലെ 5 ടേമിന്റെ സം 30. അങ്ങനെയുള്ള 3 APകൾ എഴുതാനാണ് പറഞ്ഞത്. എന്ന് പറയുന്ന ചോദ്യം ഇതാണ്. നോക്കുക, 5 ടേമുകൾ ഉണ്ട്. x1, x2, x3, x4, x5. ഇങ്ങനെ 3 എന്തുണ്ട്? ഇങ്ങനെ 5 പദങ്ങളുണ്ട്. ഈ 5 പദങ്ങളും കൂടി കൂട്ടിയാൽ ഇവിടേക്കിടയിൽ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 30 കിട്ടും. ഓക്കെ, മാത്രമല്ല ഇങ്ങനെ സം 30 കിട്ടുന്ന 3 APകൾ എഴുതാനാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇവിടെ സം 30 ആണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? എത്ര ടേംസ് ഉണ്ടോ അത് ചെയ്താൽ ഇവിടെ 5 ആണ്. അപ്പൊ 30 ഡിവൈഡ് ബൈ സം 30 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 5 ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടും, നമ്മൾ പഠിച്ചനുസരിച്ച്. മനസ്സിലായോ? അപ്പൊ ഇത് എത്രയാണ്? 6 അല്ലേ. എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം എത്രയാണ്? 6 ആണ്. അപ്പൊ മിഡിൽ ടേം എന്ന് എഴുതി കൊടുക്കുക. ഇനി സിമ്പിൾ ബാക്കിയുള്ള കാര്യം. ഇനി കോമൺ ഡിഫറൻസ് ഒരു 3 സീക്വൻസ് അല്ലേ വേണ്ടത്. അപ്പൊ 3 6 എഴുതി കൊടുക്കുക. മിഡിൽ ടേം 6 എഴുതി കൊടുക്കുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു 1 കൊടുക്കും കോമൺ ഡിഫറൻസ്. അപ്പൊ 6 × 7 8, അങ്ങോട്ട് 5 4. അപ്പൊ 5 ടേംസ് ഉള്ള സീക്വൻസ് ആയി. ഇനി തമ്മിൽ കൂട്ടി നോക്കിക്കോളൂ, 30 കിട്ടുക. കാരണം ഇത്രയേ ഉള്ളൂ, മിഡിൽ ടേം 6 ആണ്. മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് 5. മിഡിൽ ടേമിന്റെ 5 ചെയ്യുമ്പോൾ 30 കിട്ടും. അത് കോമൺ ഡിഫറൻസ് എന്തായാലും കുഴപ്പമില്ല. മിഡിൽ ടേമിന് നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടുള്ളൂ. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയായാലും നമുക്ക് വിഷയമല്ല. എത്ര സീക്വൻസ് വേണമെങ്കിൽ എഴുതാം. നമ്മൾ 3 ചോദിച്ചുള്ളൂ, 3 എഴുതി കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു കോമൺ ഡിഫറൻസ് 2 കൊടുക്കുക. അപ്പൊ 8 10 ആകും. ഇങ്ങോട്ട് 4 2 ആകും അല്ലെ. അപ്പൊ 2 4 6 8. മിഡിൽ ടേം 6. ഇനി നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ സം 30 കിട്ടും. ഇവിടെ നോക്കുക, ഒരു കോമൺ ഡിഫറൻസ് 3 കൊടുക്കുക. അപ്പൊ 6 + 3 9 12. ഇങ്ങോട്ട് വരുമ്പോ 3
3 - 3 0 ഉണ്ടോ? ശരി, ഇനി 4 കൊടുത്താ ഒരു 4 കൂടി കൊടുത്തു നോക്കാം. 6 10 14 ഇങ്ങോട്ട് 2 - 4 എത്രയാ? -2. അപ്പൊ ഇതാണ് സീക്വൻസ്. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ചോദ്യം. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. റൈറ്റ് 3 APs with 50 as sum of first 5 terms. ഈ പറഞ്ഞ ചോദ്യം തന്നെ, പക്ഷെ അതിൽ 50 സം ആണെന്ന് പറഞ്ഞു. അപ്പൊ 50 സം ആണെങ്കിൽ 50 / 5 ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടും. അപ്പൊ 3 ഇതാണ് പറയുകയാണെങ്കിൽ 3 10 കൊടുക്കാം, എന്നിട്ട് കോമൺ ഡിഫറൻസ് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ 10 ഒരു 1 കൂട്ടാ, കോമൺ ഡിഫറൻസ് 1 ആക്കാം. ആദ്യം കോമൺ ഡിഫറൻസ് 1 വെച്ചിട്ടുള്ള സീക്വൻസ് എടുക്കാം. 10 + 1 11 12 പിന്നെ 9 8. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് 2 ആക്കാം. 12 14 എന്താ 8 6. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് 3 ആക്കാം. അപ്പൊ 13 16 നെക്സ്റ്റ് 7 4. ഇത്രേ ഉള്ളൂ. ഇനി 4 ആക്കണമെങ്കിൽ 4 ആക്കാം, 5 ആക്കണമെങ്കിൽ 5 ആക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എത്ര സീക്വൻസ് വേണമെങ്കിൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. റൈറ്റ് 3 APs with 100 as sum of first 5 terms. അപ്പൊ എന്താ ചെയ്യാം? 100 sum of first 5 terms പറയുമ്പോൾ 100 / 5 is equal to 20. അപ്പൊ മിഡിൽ ടേം 20. ഈ മിഡിൽ ടേം 3 എഴുതി കൊടുക്കാം. നമുക്ക് 3 എഴുതി കൊടുക്കാം. കോമൺ ഡിഫറൻസ് മാറ്റി കൊടുക്കാം. 21 22. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് 1 കൊടുക്കും. അപ്പൊ ഇങ്ങോട്ട് 19 18. ഇനി കോമൺ ഡിഫറൻസ് 2 കൊടുക്കുക. അപ്പൊ 22 24. നെക്സ്റ്റ് ഇവിടെ കോമൺ ഡിഫറൻസ് ഓക്കെ, ഇവിടെ 22 ഇവിടെ 18 16. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് 3 കൊടുക്കുക. അപ്പൊ 23 26. ഇവിടെ 17 40. ഇത്രേ ഉള്ളൂ. ഇനി എത്ര കോമൺ ഡിഫറൻസ് മാറ്റി എത്ര സീക്വൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇവിടെ എല്ലാം കൂട്ടി നോക്കിയപ്പോൾ സം 100 കിട്ടും. മറ്റൊടുത്ത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതിൽ കൂട്ടി നോക്കി നമുക്ക് 50 കിട്ടും സം. നിങ്ങൾ നോക്കിക്കോളൂ. കാരണം മിഡിൽ ടേം ഇവിടെ ഉണ്ട്. നമ്പർ ഓഫ് ടേംസ് കോൺസ്റ്റന്റ് ഓഫ് 5 ആണ്. മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? എത്രയായാലും 100. അത് നമ്മൾ പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗം. ഇനിയിപ്പോ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ഡിഫറെന്റ് തന്നു. മിഡിൽ ടേം ഉള്ള നമ്പർ ഓഫ് ടേംസ് മിക്കവാറും തരുള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് മിഡിൽ ടേം കിട്ടും, കോമൺ ഡിഫറൻസ് മാറ്റി. ഏത് ചോദ്യം തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആയ സം ഓഫ് n ടേംസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകാം. സം ഓഫ് n ടേംസ് അല്ലെങ്കിൽ സം ഓഫ് nth ടേമിന് ഒരു സം ഉണ്ട്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക്. നമ്മളിപ്പോ ആ ഒരു ഭാഗം കഴിഞ്ഞു. ആ ചോദ്യമുള്ള നമ്മൾ ചോദ്യം ചെയ്തല്ലോ, ആ എക്സാമിന് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പറഞ്ഞത്. ആ കാര്യം ശരിക്കും മനസ്സിലാക്കുക. ആ മിഡിൽ ടേം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സമ്മിന്റെ ആ ഒരു ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് കിട്ടും? സം കിട്ടും. അപ്പൊ അത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ കോമൺ ഡിഫറൻസ് മാറ്റി കൊടുത്താൽ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞത്. ഇനി എടുക്കാൻ പോകുന്നത് സം ഓഫ് n ടേംസ് എന്ന് പറയുന്ന ഭാഗമാണ്. സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേം കാണാൻ വേണ്ടി ഇപ്പൊ 10ാമത്തെ ടേം അല്ലെങ്കിൽ 15ാമത്തെ ടേം അല്ലെങ്കിൽ 100ാമത്തെ ടേം 1000th ടേം ഇങ്ങനെ ഏത് ടേം കാണണമെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാമായിരുന്ന ഒരു ഇക്വേഷൻ xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. നമ്മൾ ഈ ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഏത് ടേം ചോദിച്ചാലും n ഈക്വൽ ടു നമുക്ക് 1000th ടേം വേണം. 1000th ടേം വേണം. നമ്മൾ n ഈക്വൽ ടു 1000 കൊടുത്താൽ പിന്നെ അത് n എന്ന് പറഞ്ഞാൽ പിന്നെ 1000 ആ. അപ്പൊ x 1000 എന്ന് കൊടുത്താൽ ഇവിടെ x1 പ്ലസ് n ഉള്ള സ്ഥാനത്ത് 1000 കൊടുക്കാം. അപ്പൊ 1000 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? ആ ഡി വാല്യൂ കൊടുത്ത് നമുക്ക് ആ 1000th ടേം കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ ആ എന്നിന് ആ വാല്യൂ കൊടുക്കുമ്പോൾ n അടങ്ങുന്ന ആ ഇക്വേഷനിൽ n ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്ത ആ ടേം കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ സം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ. അതാ സം ഓഫ് nth ടേം. ആ ഇക്വേഷനിൽ n നമ്മൾ ഒരു വാല്യൂ കൊടുത്തു. ഇപ്പൊ n ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ ആ ഇക്വേഷനിൽ സം എന്ന് പറയുന്ന സം ഓഫ് nth ടേം എന്ന് പറയുന്ന ഇക്വേഷനിൽ ആ n ഈക്വൽ ടു ഒരു 10 കൊടുത്താൽ 10 വരെയുള്ള ടേംസ് 1ാമത്തെ ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള എല്ലാ ടേംസുകളും കൂട്ടിയിട്ട് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 വരെയുള്ള ടേംസിന്റെ സം ആയിട്ട് നമുക്ക് ആ n ഈക്വൽ ടു 10 കൊടുത്താൽ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ ആ വാല്യൂ അടങ്ങിയ ആ പൊസിഷൻ വരെയുള്ള ടേംസിന്റെ സം നമുക്ക് അടങ്ങിയിട്ട് ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കാൻ വേണ്ടി നമുക്ക് അതാണ് സം ഓഫ് nth ടേം എന്ന് പറഞ്ഞാൽ സമ്മിനും ഒരു nth ടേം ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ xn കണ്ടുപിടിക്കാൻ അറിയണം. അത് നമ്മൾ 4ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. xn എങ്ങനെ കാണാം, nth ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ കാണാൻ പറ്റും. നമ്മൾ
4th വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് കാണാം. അറിയാത്ത ആളുകൾ എക്സ് എന്നെ കണ്ടുപിടിക്കുക. അത് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യും കേട്ടോ. പക്ഷെ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി പോയി കണ്ടാൽ മതി. ഓക്കെ, ഇനി നോക്കുക. Sn is equal to n/2 into x1. 4th അല്ല 5th വീഡിയോ കേട്ടോ. സോറി, 5th വീഡിയോ ആണ്. x1 plus n minus x. ഓക്കെ, n/2 into x1 plus xn. നമ്മോട് പറയുകയാണ് ഒരു സീക്വൻസിന്റെ nth ടേം കാണാം. സീക്വൻസ് ഉദാഹരണം ഒരു 2, 4, 6, ഓക്കെ. നമ്മുടെ ഈവൻ നമ്പർ ഓഫ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പർ ഇരട്ട സംഖ്യയുടെ ശ്രേണി. ഈ സീക്വൻസിന്റെ സം ഓഫ് nth ടേം എന്ന് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൾജിബ്രൈക് ഫോം ഓഫ് സം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സം ഓഫ് nth ടേം അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കുക. അപ്പൊ Sn is equal to n/2 into x1 plus xn ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ആരൊക്കെ വേണം? ഇതിൽ ആരൊക്കെ ഇല്ലാത്തത്? n വേണ്ട, കാരണം n അടങ്ങിയ ഇക്വേഷൻ ആണ്. അതവിടെ കിടക്കട്ടെ. കാരണം ആ n കൊണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂ വരെയുള്ളത് നമുക്ക് കിട്ടുക. അപ്പൊ n അവിടെ കിടക്കട്ടെ. പക്ഷെ x1 വേണം, അതുപോലെ xn വേണം. x1 എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാലോ, ഫസ്റ്റ് ടൈം അല്ലേ. അതുപോലെ xn എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇക്വേഷൻ അല്ലേ, xn ഈസ് ഈക്വൽ ടു എന്താണ്, x1 plus n minus 1 into d. ഇനി ഇതിൽ x1 ആരാ? x1 ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം. ആ ഫസ്റ്റ് ടേം എന്ത് കൊടുക്കാൻ? അതിന്റെ വാല്യൂ കൊടുക്കാൻ 2. ഇനി n minus 1 into d ക്ക് പകരം എന്ത് കൊടുക്കാം? 2 എന്ന് 4 ലോട്ടുള്ളത്, അല്ലെങ്കിൽ 4 minus 2. അപ്പൊ d എന്താണ്? 4 ആണ്. ഓക്കെ, എന്ത് ചെയ്യാം? ഇവിടെ ചെയ്യട്ടെ ബാക്കി. xn is equal to 2 plus n minus 1 into 4 എന്ന് പറഞ്ഞാൽ n minus 1 into 4 അല്ല കേട്ടോ, 2 ആണ്. സോറി, n minus 1 into 2 എന്ന് പറഞ്ഞാൽ n minus 1 into 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n into 2, അപ്പൊ 2n. ഇനി ഈ സൈൻ ഇവിടെ എഴുതാം, അപ്പൊ മൈനസ്. ഇനി 1 into 2 ബ്രാക്കറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് ഇൻറ്റു ആ മൈനസ് അവിടെ ഇടയിലുള്ള മൈനസ് അവിടെ ഉണ്ടാവും. അപ്പൊ 2 into 1 2 minus 2 plus 2 cancel equal to 2n. അപ്പൊ എന്ത് കിട്ടി? xn 2 കിട്ടി അല്ലെ. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ അതത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n/2 അങ്ങനെ കിടക്കുന്നു. x1 പകരം എന്താണ്? സീക്വൻസിലെ ഫസ്റ്റ് ടേം 2 പ്ലസ് xn പകരം എന്ത് കൊടുക്കുക? ഇപ്പൊ കണ്ടുപിടിച്ച xn ഈസ് ഈക്വൽ ടു പറഞ്ഞ വാല്യൂ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n/2 into 2 പ്ലസ് ഈ പ്ലസ്, പിന്നെ നെക്സ്റ്റ് n/2 into 2n, n/2 into 2n. ഇനി എന്ത് ചെയ്യാം? കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. by2 into 2 ക്യാൻസൽ ചെയ്തു. എന്താ ബാക്കിയുള്ളത്? n ബാക്കിയുണ്ട്. ഇവിടെ n into n ആണ്. n into n എന്ന് പറഞ്ഞാൽ എന്താ? n² അല്ലേ. അപ്പൊ n² എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതാം. ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി n² plus n, കാരണം പവർ കൂടുതലുള്ളത് ഫസ്റ്റ് എഴുതാം. പവർ എന്ന് പറഞ്ഞാൽ എന്താ? റൈസ് എന്നുള്ളത്. ഇത് n/2 ആണ്. ഇനി n/3 എന്നുണ്ടെങ്കിൽ n/3 ഫസ്റ്റ് എഴുതാം. ഇവിടെ n/2 ഫസ്റ്റ് എഴുതാം. പിന്നെ എന്ത് ചെയ്താം? ഇവിടെ ഉള്ളത് n/2 ആണ് വലുത്. അപ്പൊ n/2 പ്ലസ് എന്ത് ചെയ്താം? ഈ സാധനത്തില് n² എന്ന് പറഞ്ഞാൽ n into n അല്ലേ, പ്ലസ് n എന്ന് പറഞ്ഞാൽ n into 1 എന്ന് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു n into n എന്ന് പറഞ്ഞാൽ അതിൽ 2 n ഉണ്ട്. n into 1 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു n ഉണ്ട്. നമ്മൾ ടോട്ടൽ ഒരു n പുറത്തെടുക്കാൻ രണ്ടെന്നും. അപ്പൊ എന്താകും? ഇവിടെ 2 n ഉണ്ടായിരുന്നു, ഒരു n പോയി എന്ന് പറഞ്ഞാൽ ഒരു n ബാക്കിയുണ്ട്. ഇവിടെ ഒരു n ഉള്ളായിരുന്നു, ആ n പോയി എന്ന് പറയുമ്പോൾ അതെന്താ ബാക്കിയുള്ളത്? 1 ബാക്കിയുള്ളത്. ഈസ് ഈക്വൽ ടു എന്താണ്? n into n plus 1. ഇതെങ്ങനെ അറിയോ? x എന്ന് പറഞ്ഞാൽ നമുക്ക് x into 1 എഴുതാം. അത് ഞാൻ n എന്ന് പറഞ്ഞാൽ n into 1 എഴുതിയത്. ഞാൻ ബ്രാക്കറ്റിന് പുറത്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എഴുതിയുള്ളൂ, അല്ലാതെ പുറത്തെടുക്കാം. ഇത് കണ്ടാൽ തന്നെ ഇതിൽ n² എന്ന് പറഞ്ഞാൽ 2 n ഉണ്ട്. n/3 എന്നായിരുന്ന അതിൽ എത്ര n ഉണ്ട്? 3 n ഉണ്ട്. അപ്പൊ നമുക്ക് n² പുറത്തെടുത്താൽ ഒരു n ബാക്കി ഉണ്ടാവും. n പുറത്തെടുത്താൽ n² ബാക്കി ഉണ്ടാവും. n³ ആണെന്നുണ്ടെങ്കിൽ, n/3 ആണെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? അത് അത്രയേ ഉള്ളൂ. ഈ കാര്യം നമുക്ക് നല്ല പയ്യെ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഒറ്റയടിക്ക് കയറി മനസ്സിലാവാൻ വിചാരിച്ചാൽ നടക്കൂല, തീരെ അറിയാത്ത ആൾക്കാർക്ക്. ഓക്കെ, നല്ല മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പൊ n into n plus 1 ആണ് ഈവൻ, അല്ലെങ്കിൽ n² plus n എന്ന് പറഞ്ഞാലും n into n plus 1 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് nth ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം തരുമോ? n into n plus 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ n equal to നമുക്ക് 10ാമത്തെ ടേം വരെയുള്ള സം വേണമെന്ന് വിചാരിച്ചു. അപ്പൊ n equal to 10 എന്ന് കൊടുത്താൽ മതി ഇതില്. അപ്പൊ n equal to 10 എന്ന് കൊടുത്താല് നമ്മൾ n equal to 10 ആണ് കൊടുക്കണേ. അപ്പൊ n equal to 10 കൊടുത്താൽ 10 into നെക്സ്റ്റ് എന്താ? n plus 10 ഒന്ന് കൂട്ടിയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 10 into 11 കൂട്ടുക 11 അല്ലേ. അപ്പൊ 10 into 11 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ടേംസിന്റെ സം കാണണമെങ്കിൽ ഒന്നും നോക്കണ്ട. 10 വരെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ 10 into 11, 11 വരെ വേണ്ടതെന്നുണ്ടെങ്കിൽ 11 into 12 ആ നമ്പറും അതിന്റെ അടുത്ത നമ്പറും. 20 വരെ വേണമെന്നുണ്ടെങ്കിൽ 20 into 21, 100 വരെ വേണമെന്നുണ്ടെങ്കിൽ 100 into 101. അതാണ് അതിന്റെ കണക്ക്. മനസ്സിലായോ? അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? n into n plus 1. അപ്പൊ ഇങ്ങനെയുള്ള n അടങ്ങിയ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും എന്ത് ചെയ്താല് ഈ ഒരു nth ടേം കാണാന്നുള്ള ഈ പരിപാടിയിൽ. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇനി നെക്സ്റ്റ് സീക്വൻസിന് നോക്കാം. ഇത് മനസ്സിലായല്ലോ? ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ. അപ്പൊ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 3 5 7 എക്സെട്ര. ഇതിൽ എന്ത് കാണണം? സം ഓഫ് nth ടേം കാണണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് കാണേണ്ടത്. x1 plus xn ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ sn is equal to ഒരു n മാത്രം അടങ്ങിയ ഒരു ഇക്വേഷൻ കിട്ടും. അതെങ്ങനെ കിട്ടുക? x1 പകരം x1 ഇത് കൊടുക്കാം, xn പകരം ആ വാല്യൂ കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആ സാധനം കിട്ടും. അപ്പൊ നോക്കാം. അതിൽ നമുക്കറിയാം ഇതിന്റെ xn എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. xn എന്ന് പറഞ്ഞാൽ എന്താ? അത് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ്? x1 plus n minus 1 into d എന്നാണ്. അപ്പൊ x1 പകരം എന്ത് കൊടുക്കാം? ഫസ്റ്റ് ടേം 1 പ്ലസ് n മൈനസ് 1 into ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 3 മൈനസ് 1 2 അല്ലേ? 2 is equal to 1 plus n minus 1 into 2 എന്ന് പറഞ്ഞാൽ പോലെ തന്നെ 2n minus 2 എന്നാണ്. ഇനി 2n ഫസ്റ്റ് എഴുതാം, എന്നിട്ട് മൈനസ് 2 പ്ലസ് 1 എന്താ ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത്ത് കുറക്കാം, വലുതിന്റെ സൈൻ എഴുതാം. രണ്ടിൽ നിന്ന് 1 കുറച്ച് എത്രയാ? 1 ആണ്. സൈൻ ഏതാ? വലുതിന്റെ മൈനസ്. അപ്പൊ 2n minus 1 ആണ് ഇതിന്റെ nth ടേം. നെക്സ്റ്റ് Sn is equal to എഴുതാം. എന്താണ്? n/2 into അങ്ങനെ തന്നെ x1 പകരം എന്ത് കൊടുക്കുക? ഫസ്റ്റ് ടേം കൊടുക്കാം. ഫസ്റ്റ് ടേം 1 ആണ്. അപ്പൊ 1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കിട്ടിയതല്ലേ? 2n minus 1 അല്ലേ? അപ്പൊ 2n minus 1 എഴുതി. ഇത് നോക്കുക, പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ. ഓക്കെ എന്ന് പറഞ്ഞാൽ 1 minus 1 0 ഇൻറ്റു എന്താണ് ബാക്കിയുള്ളത്? 2n അതിന്റെ ബാക്കിനകത്തുള്ള. അപ്പൊ 2n into 2n നോക്കിക്കോ, ബൈ 2 into 2 ക്യാൻസൽ, 2 ക്യാൻസൽ ആയി. ഇനി എന്താണുള്ളത്? n into n ആ ബാക്കിയുള്ളത്. n into n എന്ന് പറഞ്ഞാൽ എന്താ? n സ്ക്വയർ അല്ലേ? എന്ന് പറഞ്ഞാൽ Sn is equal to n സ്ക്വയർ. ഇൻ ദ കേസ് ഓഫ് ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് ആണെങ്കിൽ, ഓഡ് നമ്പറിന്റെ സീക്വൻസ് ആണെങ്കിൽ അതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? n സ്ക്വയർ ആണ്. അതിന്റെ അർത്ഥം നമുക്ക് 10 വരെ സീക്വൻസ് അല്ലെങ്കിൽ 10 വരെ ടേംസിന്റെ സം ആണെന്നുണ്ടെങ്കിൽ 10ന്റെ സ്ക്വയർ എടുത്താൽ മതി. ഇന്ന് 10ന്റെ സ്ക്വയർ 100 വരെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100ന്റെ സ്ക്വയർ എടുത്താൽ മതി. 15 വരെ വേണമെന്നുണ്ടെങ്കിൽ 15ന്റെ സ്ക്വയർ എടുത്താൽ മതി. n ഈക്വൽ ടു എന്ത് കൊടുക്കാം? ആ വാല്യൂ കൊടുക്കാം. 100 വരെ വേണമെന്നുണ്ടെങ്കിൽ 100 കൊടുക്കാം. അതാണ് എന്ന് പറഞ്ഞാൽ n അടങ്ങിയ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നമുക്ക് വാല്യൂ ഏത് പൊസിഷൻ വരെയുള്ളത് വേണ്ടത് ആ പൊസിഷൻ ആ വാല്യൂ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? അതിന്റെ ആ സമ്മ് കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മനസ്സിലായോ? പിന്നെ വേറെ കാര്യം, നമുക്ക് ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ഈ nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് മാത്രമല്ല, ഈ xn നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. xn is equal to ഒറ്റയടിക്ക് നോക്കിയാൽ ഒരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയ മെത്തേഡ് ഒന്നുമല്ല, ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാകും. അത് നമ്മൾ സാധാരണ കുട്ടിയൊക്കെ അറിയുണ്ടാവും. അപ്പൊ ഞാൻ എന്താ പറയാതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്ത് പഠിക്കണം. ഇത് നമുക്ക് അങ്ങോട്ട് ഈസി ആവണം, തെറ്റാൻ പാടില്ല. കാരണം എക്സാമിൽ ഇങ്ങനെ ചെയ്താലേ മാർക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യണം. ഇത് നല്ല ചെയ്ത് നല്ല തറവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമാവില്ല. എന്തെങ്ങനെ കുഴപ്പമില്ല. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഇതും പഠിച്ചതിന് ശേഷം ഈ വീഡിയോ അവസാനം നമുക്ക് ആ മെത്തേഡ് കൂടി പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ ഇത് ശരിക്കും പഠിക്കണം നിങ്ങൾ. അല്ലാതെ അത് അറിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഇത് ചെയ്യണം. ഓക്കെ എക്സെട്ര. ഈ സീക്വൻസ് എന്താ വേണ്ട? നമുക്ക് സം ഓഫ് nth ടേം എന്ന് പറഞ്ഞാൽ Sn ആ വേണ്ടത്. Sn is equal to n/2 into ഈ സാധനം ഏറ്റവും ആദ്യം എഴുതി വെക്കണം. ഓക്കെ എന്നിട്ട് എന്താ വേണ്ടത്? പിന്നെന്താ വേണ്ടത്? നമുക്ക് x1 ആ വേണ്ടത്. x1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ സീക്വൻസിൽ 3 ആണ്. xn എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാം. x1 പ്ലസ്, ഞാൻ എല്ലാം വീണ്ടും പറയാണ്, ഇത് സമയം വേസ്റ്റ് ആണ്. സമയം ഈ വീഡിയോ ലെങ്ത് കൂടുണ്ട്. എങ്കിലും നിങ്ങൾ നോക്കി പഠിക്കാം. ഇത് നോക്കിയിട്ടെങ്കിലും പഠിക്കാം. x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്ലസ് n minus 1 into കോമൺ ഡിഫറൻസ് 4 അല്ലേ? 7 minus 3. അപ്പൊ 4 കൊടുക്കുക ഡിക്ക് പകരം. ഈസ് ഈക്വൽ ടു 3 പ്ലസ് n minus 1 into 4 എന്ന് പറയുമ്പോൾ 4n minus 1 എന്നാകും. 4n minus 4 എന്നാകും. ഇനി 4n ഫസ്റ്റ് എഴുതാം. എന്നിട്ട് -4 പ്ലസ് 3 എന്താകും? വലുതിന് ചെറുത്ത് കൊടുക്കുക. 4ന് 3 കുറച്ച 1. സൈൻ ഏതാ? വലുതിൻ്റെത് നെഗറ്റീവ് 4n minus 1 ആയി. ക്ലിയർ? നെക്സ്റ്റ് എന്താ വേണ്ടത്? Sn ആ വേണ്ടത്. അപ്പൊ Sn is equal to n/2 അങ്ങനെ തന്നെ കിടക്കും. x1 പകരം ഫസ്റ്റ് ടേം 3 കൊടുത്തു. n പകരം എന്ത് കൊടുക്കും? ആ കിട്ടിയ വാല്യൂ 4n minus 1 കൊടുക്കും. is equal to n/2 into എന്ത് കൊടുക്കാം? 4n ഫസ്റ്റ് എഴുതാം. എന്നിട്ട് -1 പ്ലസ് 3 3 1 കുറച്ചു 2 ആണ്. സൈനോ വലുതിൻ്റെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലസ്. ഈസ് ഈക്വൽ ടു n. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിൽ ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ടും സിംപ്ലസ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ കുറെ പ്ലസ് കുറെ മൈനസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് ഏറ്റവും ചെറുതാക്കി ഏറ്റവും ചെറിയ രൂപത്തിലാക്കിയിട്ട് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n/2 into 4n എന്ന് പറയുമ്പോൾ n/2 into 4n അത് അങ്ങനെ തന്നെ ഫസ്റ്റ് എഴുതാം. പിന്നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ പിന്നെ ഈ സൈൻ പ്ലസ്
പിന്നെ നെക്സ്റ്റ് n/2 ഇൻറ്റു വീണ്ടും 2 n/2 ഇൻറ്റു 2 വീണ്ടും ഈസ് ഈക്വൽ ടു പിന്നെ എന്ത് ചെയ്യാം ബൈ 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4/2 4 എത്ര 2 ഉണ്ട് 2 ഉള്ളത് അപ്പൊ കാറ്റഗറി 2 എന്ന് എഴുതാം. ഇനി ബൈ 2 ഇൻറ്റു 2 അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ n ഇൻറ്റു n ഉണ്ട് ഇവിടെ ഒരു 2 ഉണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 2 ഇവിടെ ഉണ്ട് അപ്പൊ 2 ഫസ്റ്റ് ചെയ്ത 2 ഇൻറ്റു പിന്നെ n ഇൻറ്റു n അത് അങ്ങനെ തന്നെ അപ്പൊ n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ് പ്ലസ് പിന്നെന്താ ബാക്കിയുള്ളത് 2 2 ക്യാൻസൽ ഇവിടെ n മാത്രമുണ്ട് അപ്പൊ n മാത്രമുണ്ട് ഈസ് ഈക്വൽ ടു എന്താണ് 2n സ്ക്വയർ പ്ലസ് n ഇതാണ് അതിന്റെ nth ടേം. ഓക്കെ എങ്ങനെ കണ്ടുപിടിച്ച മനസ്സിലായല്ലോ. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടേം ഇത് അപ്പൊ ഇത് കണ്ടുപിടിക്കാം എന്നിട്ട് ഇതും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നിട്ട് സിംപ്ലസ്റ്റ് ഫോം ആക്കാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ n അടങ്ങിയ ഇക്വേഷൻ ആണ് അതായിരിക്കും ഈ സീക്വൻസ്. ഇനി ഈ എന്നിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുക 10 കൊടുത്താൽ 10 ഈ സീക്വൻസിലെ 10 വരെയുള്ള 10ാം സ്ഥാനത്ത് കിടക്കുന്ന ടേം വരെയുള്ള സം നമുക്ക് ആഡ് ചെയ്ത് അതിന്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായോ? ഓക്കെ അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 1 4 7 10 എക്സെട്ര ഈ സീക്വൻസിന്റെ എന്ത് ടേം ഒന്ന് കണ്ടേ എങ്ങനെ കാണാം Sn is equal to n/2 into x1 plus xn അല്ലേ. x1 എന്ന് പറഞ്ഞാൽ എന്താണ് അത് 1 ആണ് സീക്വൻസിലെ 1 ഫസ്റ്റ് ടേം. n എന്ന് പറഞ്ഞാലോ അത് x1 plus n-1 into d എന്നാണ് അതിന്റെ ഇക്വേഷൻ ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ 1 ഉം n-1 into d എന്ന് പറഞ്ഞാൽ 3 ഉം ഈസ് ഈക്വൽ ടു 1 plus n-1 into 3 എന്ന് പറയുമ്പോൾ 3n-3 എന്നാകും. എന്ന് പറയുമ്പോൾ 3n minus 3 plus 1 എന്ന് പറയുമ്പോൾ 3n - 2 എന്നാകും. അപ്പൊ 3n - 2 എന്നാണ് എന്ത് അതിന്റെ nth ടേം xn എന്ന് പറഞ്ഞാൽ. ഇനി എന്ത് ചെയ്യാ Sn കാണാം. Sn എന്ന് പറഞ്ഞാൽ n/2 into x1 പകരം ആ വാല്യൂ കൊടുക്കുക 1 അല്ലേ ആ വാല്യൂ. നെക്സ്റ്റ് എന്താണ് xn എന്ന് പറഞ്ഞാൽ 3n - 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി 3n - 2 എന്നല്ലേ. ഓക്കെ 3n - 2 ഈക്വൽ ടു എന്ത് ചെയ്യാം ഈ ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ n/2 into 3n ഫസ്റ്റ് എഴുതിയിട്ട് +1 - 2 രണ്ടും ഒന്ന് കുറച്ചാൽ ഒന്നാണ് സൈൻ ഏതാ വലുതിൻ്റെതായ നെഗറ്റീവ്. അപ്പൊ 3n - 1 ഈക്വൽ ടു n/2 into 3n എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ എഴുതി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യം നോക്കാം ഇൻറ്റു 3n സൈൻ ഏതാ ഇവിടെയുള്ള സൈൻ അത് പിന്നെ എഴുതാം. പിന്നെ n/2 into വീണ്ടും എന്ത് ആ 1 അപ്പൊ n/2 into 1 ഓക്കെ. ഇനി എന്ത് ചെയ്യാം ഈ ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ അത് 3/2 എന്നാകും. അത് അങ്ങനെ കാരണം അത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ 3/2 എഴുതാം. പിന്നെ n ഇൻറ്റു n ഉണ്ട് അത് n സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ എന്താണുള്ളത് ഇൻറ്റു 1/2 അത് 1/2 എന്നാകും. അപ്പൊ -1/2 n എന്നാകും. അപ്പൊ എന്താണ് 3/2 n സ്ക്വയർ -1/2 n. അപ്പൊ ഇതാണ് അതിന്റെ ഇതിൽ നമ്മള് n = 10 കൊടുത്താല് 10ാം സ്ഥാനം വരെയുള്ള ടേംസിന്റെ സമ്മ കിട്ടും. 100 കൊടുത്താൽ 100ാം സ്ഥാനം വരെയുള്ള ടേംസിന്റെ സമ്മ കിട്ടും. ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് സീക്വൻസിന്റെയും nth ടേം കാണാൻ. ഏത് സീക്വൻസിനും നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞല്ലോ ഒരു ഷോർട്ട് ഫോം പറയാന്ന് പറഞ്ഞല്ലോ ഏതൊരു സീക്വൻസിൽ എന്തായാലും അതിന്റെ nth ടേമോ സം ഓഫ് nth ടേമോ ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അതിനുവേണ്ടി നമ്മൾ പറയുന്നത് നമുക്കറിയാം ഏത് സീക്വൻസ് നമ്മൾ ഇതുവരെ കണ്ട സീക്വൻസിലേക്ക് നോക്കിക്കോളൂ. xn എന്ന് പറഞ്ഞാൽ 2n - 1 അല്ലെങ്കിൽ 3n + 1 അല്ലെങ്കിൽ 7n - 2 ഇങ്ങനെ പല സീക്വൻസ് നമ്മൾ കണ്ടു. 6n + 1 6n - 2 ഇങ്ങനെ പല സീക്വൻസുകൾ നമ്മൾ കണ്ടു അല്ലെ. കണ്ടില്ലേ നമ്മൾ 4n - 1 നേരത്തെ കണ്ട സീക്വൻസിൽ nth ടേം ആണത്. ഓക്കെ ഇങ്ങനെ പല സീക്വൻസുകളും കണ്ടു. ഈ സീക്വൻസിലേക്ക് പ്രത്യേകത നോക്കിക്കോളൂ. xn = an + b എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. കാരണം n കൂടെയുള്ള ആളെ എപ്പോഴും ഒരു a എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അതുപോലെ ഒരു ഇപ്പോഴത്തെ വേറെ ടേം നമുക്ക് കാണാൻ പറ്റും അത് b നമ്മൾ പരിഗണിക്കും. എപ്പോഴും an + b എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ് എപ്പോഴും എന്തിനുണ്ടാവുക nth ടേം ഓഫ് എനി സീക്വൻസ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്നിന്റെ കൂടെ ഉണ്ടാകുന്ന a എന്ന് പറയുന്നതും അതുപോലെ b എന്ന് പറയുന്ന ആ ഒരു നമ്പറും നമ്മളൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിന്റെ കൂടെ ഉണ്ടാകുന്ന a എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ xn = an + b എന്ന് പറഞ്ഞു. അതിൽ a എന്ന് പറയുന്നത് എന്നിന്റെ കൊണ്ടാണ് ആളാ. ആ a എന്ന് പറഞ്ഞാൽ എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിരിക്കും. ആ സീക്വൻസിന്റെ കാണിച്ചു തരാം. ഒരു 1 3 5 7 എക്സെട്ര ഇതിൽ നോക്കിക്കോ 3 എന്ന് പറയുന്നത് ഇതിന്റെ nth ടേം 2n - 1 ആണ്. അപ്പൊ അതിൽ 2 എന്ന് പറഞ്ഞാൽ എന്താ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആണ്.
അതാണ് പറയുന്നത് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും എ എന്ന് പറയുന്നത്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എയിലോട്ട് ബി കൂട്ടിയാൽ x1 ആവണമെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആവണമെങ്കിൽ എയും ബിയും കൂട്ടിയാൽ ഫസ്റ്റ് ടൈം ആകണം. അങ്ങനെയെങ്കിൽ എയിലോട്ട് എന്ത് കൂട്ടണോ ഒരു വാല്യൂ, ആ വാല്യൂ ആണ് ബി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു നോക്കിക്കോ, ഇവിടെയുള്ള ഈ നമ്പറും കൂട്ടി എന്ത് കിട്ടണം, ഫസ്റ്റ് ടൈം കിട്ടണം. അപ്പോ രണ്ടിന്ന് ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്ന് കുറയ്ക്കുക വേണ്ടേ. അപ്പൊ ബി ഈക്വൽ ടു ഇവിടെ എന്താ -1 ആണ്. മനസ്സിലായോ? എ ഈക്വൽ ടു 2 ബി ഈക്വൽ ടു -1 ആണ് ഇൻ ദ കേസ് ഓഫ് ദിസ് സീക്വൻസ്. അപ്പൊ നമുക്ക് ഒറ്റടി കാണാൻ പറ്റും, ഒരു സീക്വൻസ് കിട്ടിയാൽ ഡാഷ് ആൻഡ് പ്ലസ് ഡാഷ് എന്ന് സങ്കല്പിക്കാം. അതായത് എന്റെ സ്ഥാനം ഡാഷ് കൊടുക്കുക, ബിയുടെ ഡാഷ് കൊടുക്കുക. എന്നിട്ട് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്നിന്റെ കൂടെയുള്ള ആ എക്ക് കൊടുക്കുക. അപ്പൊ എന്നിന്റെ കൂടെയുള്ള എപ്പോഴും എന്തെങ്കിലും കോമൺ ഡിഫറൻസ് അത് കൊടുക്കുക. എന്നിട്ട് ആ വാല്യൂ എന്നിന്റെ കൂടെയുള്ള ആ വാല്യൂം ഇവിടെ ബി എന്ന് വരാൻ പറഞ്ഞ ആ വാല്യൂ കൂടി കൂട്ടി എന്ത് കിട്ടണം, ഫസ്റ്റ് ടൈം കിട്ടണം. അപ്പൊ ഇനി കൂട്ടിയാണോ വേണ്ടത് കുറയ്ക്കാണോ വേണ്ടത് നോക്കാം. അങ്ങനെയാണ് ഇവിടെ കുറയ്ക്കാണ് വേണ്ടത് ഫസ്റ്റ് ടൈമൊക്കെ. അപ്പൊ എന്ത് ചെയ്തു, -1 ഈക്വൽ ടു -1 കൊടുത്തു. ഇനി വേറെ സീക്വൻസ് ഞാൻ കാണിച്ചു, 6, 10, 14 എക്സെട്ര. ഈ സീക്വൻസ് നോക്കിക്കോളൂ. ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ്, ഡി എന്താണ് 4 ആണ്. അതുപോലെ ഫസ്റ്റ് ടൈം x1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ നമുക്ക് ഡാഷ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഡാഷ് പ്ലസ് ഡാഷ് എഴുതാം. അതായത് എക്ക് പകരം ഒരു നമ്പർ വാല്യൂ കൊടുക്കണം. അപ്പൊ എന്നിന്റെ കൂടെ ഉള്ളത് എ ആണ്. ആ എന്റെ വാല്യൂ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ് 4 ആണ്. അപ്പൊ എന്നിന്റെ കൂടെ ഇവിടെ 4 ആണ്. ഇനി ഈ 4ഉം ഇവിടെ വരാനുള്ള ഈ വാല്യൂ കൂടി കൂട്ടിയാൽ x1 ആയ 6 കിട്ടണം. അപ്പൊ 4ക്ക് എത്ര കൂട്ടിയാലും 6 കിട്ടാം. 2 കൂട്ടിയാൽ 6 എത്ര, 4n + 2 ആണ്. xn is equal to 4n + 2. ഇത് തന്നെയായിരിക്കും നമ്മൾ ആ xn is equal to x1 + n - 1 d എന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ കൊടുത്താൽ കിട്ടുക. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും, നമുക്ക് ഒറ്റയ്ക്ക് നോക്കി കാണാൻ പറ്റും. അത് അതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഞാൻ 4 സീക്വൻസ് ചെയ്ത് അതിന്റെ എന്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും നോക്കാം. നമുക്ക് ഞാൻ 4 സീക്വൻസ് ചെയ്ത് ഇതിന് എന്തിട്ട് നോക്കാം. xn is equal to dash n plus dash എന്ന് എഴുതി വെക്കാം. എന്നിന്റെ കൂടെ ആരാ, എന്നിന്റെ കൂടെ കോമൺ ഡിഫറൻസ് 10 - 4 6 ആണ്. അപ്പൊ എന്നിന്റെ കൂടെ 6. ഇനി ഈ 6ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടി എന്ത് കിട്ടണം, 4 കിട്ടണം. 6ക്ക് എത്ര കൂട്ടിയാലും 4 കിട്ടാം. 6ന് 2 കുറച്ചാലും 4 കിട്ടാം. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ -2 ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 6n - 2 is equal to 6n - 2 ആണ് ഇതിന്റെ nth ടേം. ഓക്കെ, ഇനി ഈ സീക്വൻസ് നോക്കാം. xn is equal to എന്താണ്, ഡാഷ് n പ്ലസ് ഡാഷ് ആണ്. ഈ ഡാഷില് എന്താണ് കോമൺ ഡിഫറൻസ് ആയ എന്നിന്റെ കൂടെയുള്ള ആളാണ്. അപ്പൊ 10 - 7. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ എന്നിന്റെ കൂടെ 3. ഇനി ഈ 3ഉം ഇവിടെ വരാനുള്ള ഈ വാല്യൂ കൂടി കൂട്ടി എന്ത് കിട്ടും, 7 കിട്ടണം. 3ക്ക് എത്ര കൂട്ടിയാൽ 7 ആണ്, 4 കൂട്ടിയാൽ 7. അപ്പൊ 3n + 4 ആണ് ഇതിന്റെ nth ടേം. 3n + 4 ആണ് ഇതിന്റെ nth ടേം. നെക്സ്റ്റ് xn is equal to എന്താണ്, ഡാഷ് n പ്ലസ് ഡാഷ് ആണ്. എന്നിന്റെ കൂടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18 - 10. അപ്പൊ 8 ആണ് എന്ത് ഇതിന്റെ കൂടെയുള്ള ആ വാല്യൂ. ഓക്കെ, ഇനി ഈ 8ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടിയാൽ ഇതിന്റെ കോമൺ ഇതിന്റെ ഫസ്റ്റ് ടൈം ആയ 10 കിട്ടണം. അപ്പൊ 8 + എത്രയാണ് 10, 2 കൂടി കൂട്ടിയ 10. അപ്പൊ 8n + 2 ആണ് ഇതിന്റെ 8n + 2 ആണ് ഇതിന്റെ nth ടേം. ഇവിടെ നോക്കാം, xn is equal to ഡാഷ് n പ്ലസ് ഡാഷ് എഴുതി വെക്കാം. എന്നിന്റെ കൂടെ ആരാ, കോമൺ ഡിഫറൻസ്. അപ്പൊ 17 - 10 എത്രയാ, 7 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. അപ്പൊ എന്നിന്റെ കൂടെ 7. ഇനി ഈ 7ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടിയാൽ ഫസ്റ്റ് ടേം 10 ആണ്. അപ്പൊ 7ക്ക് 3ഉം കൂടി കൂട്ടിയാൽ എന്താണ് 10 കിട്ടും. അപ്പൊ 7n + 3 ആണ് എന്ത് അതിന്റെ nth ടേം. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് സം ഓഫ് nth ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ സീക്വൻസ് ഇപ്പോ ഒരു 4, 10, 16 എന്ന ഈ സീക്വൻസിന്റെ സം ഓഫ് nth ടേം Sn എന്ന് പറഞ്ഞാൽ എന്താണ് 3n² + n എന്നാണ്. ഇതെങ്ങനെ എനിക്ക് പെട്ടെന്ന് കിട്ടിയത്, അതും ഈ പറഞ്ഞ പോലെ മെത്തേഡ് ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ, ഏത് സീക്വൻസും Sn is equal to ഈ ഒരു ഫോർമുല ഉണ്ടാവാം, 4n² + 2n അല്ലെങ്കിൽ 6n² - 3n ഇങ്ങനെ ഒരു n² + n എന്ന് പറയുന്ന അല്ലെങ്കിൽ Sn is equal to an² + bn എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എപ്പോഴും സം ഓഫ് nth ടേമിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ n അടങ്ങിയ ആ ഇക്വേഷൻ എപ്പോഴും an² + bn എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ എക്ക് ഒരു വാല്യൂ ഉണ്ടാവും, പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന, ബിക്ക് ഒരു വാല്യൂ, ഒരു ലോജിക് ഉണ്ടാവും. അതെന്താണെന്നുള്ളതാണ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്റെ കൂടെയുള്ള ആൾ എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ d/2 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എത്രയാണോ, 8 ആണെങ്കിൽ 4, 6 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 1 എന്ന് പറയുന്ന പോലെ ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് d/2 എന്ന് പറയുന്ന വാല്യൂ. എക്ക് എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ പകുതി ആ വാല്യൂ ആയിരിക്കും. അതുപോലെ
ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എഫ് ആവണമെങ്കിൽ അല്ലെങ്കിൽ എ പ്ലസ് ബി x1 ആവണമെങ്കിൽ അതായത് എയിലോട്ട് ഒരു വാല്യൂ കൂട്ടി അത് എന്താവണം x1 ആകണം. അങ്ങനെ എയിലോട്ട് ഒരു വാല്യൂ കൂട്ടിയാൽ x1 ആകണം എന്നുണ്ടെങ്കിൽ എത്ര വാല്യൂ കൂട്ടണം? ആ വാല്യൂ ആണ് ബി. ഓക്കെ, മനസ്സിലായി? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെയുള്ള വ്യത്യാസം മറ്റോടത്ത് എ എന്ന് പറഞ്ഞത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. പക്ഷെ ബി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും സെയിം ആണ്. അതായത് എയിലോട്ട് ഒരു വാല്യൂ കൂട്ടിയാൽ x1 ആകണമെങ്കിൽ ആ വാല്യൂ എത്രയാണോ അതാണ് ബി. ഓക്കെ, അത്ര ഉള്ളു കാര്യം. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സീക്വൻസ് നോക്കാം. ആ സീക്വൻസ് നോക്കിയിട്ട് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീക്വൻസ് 2, 4, 6 ഈ സീക്വൻസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ 2ന്റെ പകുതിയാണ് ഡാഷ് എൻ സ്ക്വയർ പ്ലസ് ഡാഷ് എൻ. എസ് എൻ ഈസ് ഈക്വൽ ടു ഡാഷ് എൻ സ്ക്വയർ പ്ലസ് ഡാഷ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അപ്പൊ എൻ സ്ക്വയറിന്റെ അവിടെ എന്താണ് 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 കോമൺ ഡിഫറൻസിന് d/2 എന്നാണ്. അപ്പൊ d/2 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 ആകുമ്പോൾ 2/2 എന്ന് പറഞ്ഞാൽ 1, 2ന്റെ പകുതി 1. ഇനി 1 പ്ലസ് ഒരു വാല്യൂ കൂട്ടിയാൽ 2 ആകണം. രണ്ടും കൂടി കൂട്ടിയ ഫസ്റ്റ് ടൈം ആയ x1 ആണ് ആവണമെന്നല്ല പറഞ്ഞത്. x1 ഈക്വൽ ടു 2 ആണ്. x1 ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇതും കൂട്ടി 2 കിട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. 1 പ്ലസ് സംതിങ് ആണ് 2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 അല്ലേ 2. അപ്പൊ ഇവിടെ 1. അപ്പൊ ഈസ് ഈക്വൽ ടു 1n സ്ക്വയർ പ്ലസ് 1n എന്ന് പറയുമ്പോൾ അത് n സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞാൽ മതി. x ന് നമ്മൾ 1x പറയുന്നില്ലല്ലോ. ഓക്കെ, n സ്ക്വയർ പ്ലസ് n. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് നോക്കാം. 1, 3, 5, 7 എക്സെട്ര. ഇതിൽ കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, അപ്പോ ഡാഷ് എൻ സ്ക്വയർ പ്ലസ് എന്താണ്? ഡാഷ് എൻ ആണ്. അപ്പോ നോക്കിക്കോ, എൻ സ്ക്വയറിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? d/2. d എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2/2 അല്ലെങ്കിൽ 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 1. അപ്പൊ 1n സ്ക്വയർ. ഇനി ഇതും ഈ വാല്യൂ കൂടി കൂട്ടിയ ഫസ്റ്റ് ടേം കിട്ടണം. 1ലോട്ട് എത്ര കൂട്ടിയാലും ഫസ്റ്റ് ടേം ആകാം. ഒന്നും കൂടണം എന്ന് പറഞ്ഞാൽ 0 കൂട്ടിയാൽ മതി. അപ്പോ 1n സ്ക്വയർ പ്ലസ് 0n. 0 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ വാല്യൂ ഇല്ല. 1n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. അതല്ല നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ n സ്ക്വയർ ആണ്. അങ്ങനെയാണ് അത് കിട്ടിയത്. മനസ്സിലായി? പെട്ടെന്ന് കാണാൻ പറ്റും ഏത് സീക്വൻസ് വന്നാലും. വേറെ സീക്വൻസ് നോക്കാം. ഒരു 6, 10, 14 എക്സെട്ര. ഈ സീക്വൻസ് നോക്കാം. ഇതിലെങ്ങനെയാണ് നോക്കാം? Sn is equal to dash n square plus dash n. അപ്പൊ എന്താ ചെയ്യാം? n സ്ക്വയറിന്റെ അവിടെ കോമൺ ഡിഫറൻസിന്റെ പകുതി എന്ന് പറയുമ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. 4ന്റെ പകുതി 2. ഇനി ഈ 2ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടിയ 6 ആവണം. ഫസ്റ്റ് ടൈം ആകണം. അപ്പൊ 2ലോട്ട് എത്ര കൂട്ടിയാൽ 6? 4 കൂട്ടിയാൽ 6. അപ്പൊ എന്താണ്? 2n സ്ക്വയർ പ്ലസ് 4n ആണ് ഇതിന്റെ വാല്യൂ. മനസ്സിലായല്ലോ? അപ്പൊ a എന്ന് പറഞ്ഞ വാല്യൂ രണ്ടോടത്തും എന്താണ് ഡിഫറൻസ്? ഫസ്റ്റ് xn ആണെന്നെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. സാക്ഷാൽ കോമൺ ഡിഫറൻസ് തന്നെയാണ്. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. ബി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. a പ്ലസ് ബി x1, a പ്ലസ് ബി x1. ഓക്കെ, അത് കാര്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 ഇത് ചെയ്ത് നോക്കാം. ഒരു 4 സീക്വൻസ് എടുത്ത് നമുക്ക് നോക്കി നോക്കാം. Sn ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എഴുതി വെക്കാം ഡാഷ് എൻ സ്ക്വയർ പ്ലസ് ഡാഷ് എൻ. ഈ ഡാഷിൽ എന്ത് ചെയ്യാം? d/2. ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പൊ 6/2 വരുമ്പോ 3. അപ്പൊ 3 ആണ് ഇവിടെ n-ന്റെ സ്ഥാനത്ത്. ഇവിടെ n ആണ്. n-ന്റെ അവിടെ എന്താണ്? n-ന്റെ അവിടെ b. ഇവിടെ b ആണ്. b എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടത്തെ നമ്പറും ഈ നമ്പറും കൂടി കൂട്ടിയാൽ 10 കിട്ടണം. ഇവിടെ 3 കിട്ടി. ഈ 3ക്ക് എത്ര കൂട്ടണം? 10 കിട്ടാൻ 7 കൂടി കൂട്ടിയാൽ മതി. അപ്പൊ 3n സ്ക്വയർ പ്ലസ് എന്താണ്? 7n. അപ്പൊ അതാണ് ഇതിന്റെ കിട്ടുന്നത്. പെട്ടെന്ന് കാണാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അത് കിട്ടുക. മനസ്സിലായി? പക്ഷെ മറ്റേത് എക്സാമിന് ചെയ്യുമ്പോൾ അത് ചെയ്യണം അങ്ങനെ ചോദിച്ചാല്. പക്ഷെ ആ ഒരു ശരിയാണോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാൻ വേണ്ടി ചില സമയം പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. എത്ര കോമൺ ഡിഫറൻസ്? എത്രയാ? 7 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഡാഷ് എൻ സ്ക്വയർ പ്ലസ് ഡാഷ് എൻ ആണ്. അപ്പൊ n സ്ക്വയറിന്റെ അവിടെ കോമൺ ഡിഫറൻസിന്റെ പകുതി കോമൺ ഡിഫറൻസ് 7 ആകുമ്പോൾ 7ന്റെ പകുതി ആണ് 7/2. 7/2 കൊടുക്കാം. ഈ 7/2 എന്ന് പറഞ്ഞ വാല്യൂയും അതുപോലെ ഇനി വരാനുള്ള ഈ വാല്യൂ കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? 20 കിട്ടണം. അപ്പോ ആ കുറവുള്ള വാല്യൂ, അതായത് 20 മൈനസ് ഇത് ചെയ്ത ആ വാല്യൂ കിട്ടും. മനസ്സിലായോ? അതായത് ഇതും കൂടി കൂട്ടിയ ഇത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഇത് കിട്ടുമല്ലോ. എന്ന് പറഞ്ഞാൽ 7/2 3.5 ആണ്. 3.5 മൈനസ് 20 എന്ന് പറയുമ്പോൾ 16.5 വരെ. 16.5 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഡബിൾ ആക്കി 33/2 എന്ന് കൊടുക്കാൻ പറ്റും. 33/2. ഓക്കെ, 33/2. 16.5. കാരണം 32/2 എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പൊ അതിലൊക്കെ ഒന്നും കൂടി കൂട്ടാം. അപ്പൊ 33 എന്നാകും. 33/2 എന്ന് പറയുമ്പോൾ 16.5 ആണ് എന്റെ വില. അപ്പൊ 33/2 എന്ന് വരും. ഓക്കെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അങ്ങനെ
ചോദിക്കൊന്നുമില്ല. ഇങ്ങനത്തെ ഞാൻ വെറുതെ കൊടുത്തപ്പോ ഒരു ഓഡ് നമ്പർ ആയി പോയി എന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം 7/2 പ്ലസ് 33/2 n. ഓക്കെ, കാരണം 7/2 പ്ലസ് 33/2 ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 7/2 പ്ലസ് 33, 7 പ്ലസ് 33 ഡിവൈഡ് ബൈ സെയിം ഡിനോമിനേറ്റർ. അപ്പൊ അങ്ങനെ കൊടുക്കാം. 7 പ്ലസ് 33 എത്ര? 40. 40/2 എത്ര? 20. ഇപ്പൊ കിട്ടിയല്ലോ 20 കിട്ടിയല്ലോ. ഫസ്റ്റ് ടൈം കിട്ടി 20 കിട്ടി. ഓക്കെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് xn ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്ര? ഡാഷ് n സ്ക്വയർ പ്ലസ് ഡാഷ് n ആണ്. n സ്ക്വയറിനോട് കോമൺ ഡിഫറൻസിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4ന്റെ പകുതി 2. ഇനി ഈ 2ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടി 10 ഇടണം. 2ക്ക് 8 കൂട്ടിയാൽ 10, അപ്പോൾ 2n സ്ക്വയർ പ്ലസ് 8n, അതാണ് അതിന്റെ വാല്യൂ. നെക്സ്റ്റ് നോക്കാം. Sn ഈസ് ഈക്വൽ ടു ഡാഷ് n സ്ക്വയർ പ്ലസ് ഡാഷ് n ആണ്. n സ്ക്വയറിന്റെ അവിടെ എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4ന്റെ പകുതി എന്ന് പറയുമ്പോൾ 9 മൈനസ് 5 4, 4/2 എന്ന് പറയുമ്പോൾ 2. അപ്പൊ 2n സ്ക്വയർ പ്ലസ് ഇനി ഈ 2ഉം ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടിയ 5. 2ക്ക് എത്ര കൂട്ടിയാലോ 5? 3 കൂട്ടിയാലോ 5. അപ്പൊ ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ്. സം ഓഫ് nth ടേം നമുക്ക് എങ്ങനെ nth ടേം കാണാൻ പറ്റും എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് സം ഓഫ് nth ടേം ആണ്. അപ്പൊ 3n സ്ക്വയർ പ്ലസ് 7n, 2n സ്ക്വയർ പ്ലസ് 8n, 2n സ്ക്വയർ പ്ലസ് 7n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വാല്യൂ കൂടി കൂട്ടിയ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താ? 3 പ്ലസ് 7 ആണ്. ഓക്കെ, അപ്പൊ x1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 7 കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? xn കാണാം. xn എന്ന് sn ഉം sn എന്ന് xn ഉം കാണാൻ നമുക്ക് പഠിക്കണം. അപ്പൊ എങ്ങനെ കാണാൻ നോക്കിക്കോ. നമുക്കറിയാം xn എന്ന് പറഞ്ഞാൽ ഡാഷ് n പ്ലസ് എന്താണ്? ഡാഷ് ആണ്. ഇവിടെ ഈ n ന്റെ കൂടെ ആരുണ്ടാവുക? കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. ഇവിടെ കോമൺ ഡിഫറൻസിന്റെ പകുതി ഉണ്ട്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അല്ല, കോമൺ ഡിഫറൻസിന്റെ പകുതി കൊടുത്ത എത്രയാണ്? 3. അതായത് n സ്ക്വയറിന്റെ കൂടെ കൊടുത്ത എത്ര? 3 അല്ലേ? എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. അപ്പൊ ഇതിനെ ഒന്ന് ഡബിൾ ചെയ്താൽ അതായത് 3 എന്നുള്ളത് 6 ആക്കിയാൽ അത് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ 6 എന്നാകും. കാരണം കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് ഇത്. ഇവിടെ കോമൺ ഡിഫറൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഡബിൾ കൊടുത്താൽ ഇവിടെ വരും. ഓക്കെ, ഇനി ഇതിന്റെ കോമൺ ഇവിടെ ഫസ്റ്റ് ടേം എത്ര? 10 ആണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്പറും ഇവിടെ വരാനുള്ള നമ്പറും കൂടി കൂട്ടിയാൽ 10 കിട്ടണം. ഇവിടെ 6 കിട്ടി. അപ്പൊ 4 കൂടി കൂട്ടിയാണ്. കാരണം 6 പ്ലസ് 4 10 ആണ്. അപ്പൊ ഇതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ 6n പ്ലസ് 4 ആണ്. കറസ്പോണ്ടിങ് nth ടേം എന്ന് പറഞ്ഞാൽ എത്ര? 6n പ്ലസ് 4 ആണ് ഇതിന്റെ കറസ്പോണ്ടിങ് nth ടേം. ഓക്കെ, ഇനി ഇവിടെ കറസ്പോണ്ടിങ് nth ടേം എങ്ങനെ വരാം? ഡാഷ് n പ്ലസ് ഡാഷ് ആണ്. ഡാഷ് n പ്ലസ് ഡാഷ് എന്ന് പറയുമ്പോൾ ഡാഷ് n പ്ലസ് ഡാഷ് ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ കൂടെ ആരുണ്ടാവുക? കോമൺ ഡിഫറൻസ്. ഇവിടെ ആരാ? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ 2 ഉള്ളത്, ഇപ്പൊ ഇവിടെ 4 ആയിരിക്കും. കാരണം ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി 2 പ്ലസ് 8 10 ആണ്. എന്ന് പറഞ്ഞാൽ x1 എന്താണ്? 10 ആണ്. x1 10 ആണ്. അപ്പൊ ഈ 4ഉം ഇവിടുത്തെ നമ്പറും കൂടി കൂട്ടിയാൽ 10 കിട്ടണം. അപ്പൊ 4ക്ക് എത്ര കൂട്ടിയാൽ 10? 6. അപ്പൊ 4n പ്ലസ് 6 ആണ് ഇതിന്റെ nth ടേം. ഇവിടെ നോക്കാം. 2n സ്ക്വയർ പ്ലസ് 3n ആണ്. ഇതില് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് 2. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പൊ ഡാഷ് n പ്ലസ് ഡാഷില് എന്നിന്റെ കൂടെ ആരുണ്ടാവുക? ഇതിന്റെ ഡബിൾ ഉണ്ടാവും. കാരണം ഇത് പകുതിയാണ്. ഇത് കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 4 ഉണ്ടാവും. ഇനി ഈ 4ഉം ഇവിടെ വരാനുള്ള ഒരു വാല്യൂ കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. x1 ഈക്വൽ ടു 5. കാരണം 2 പ്ലസ് 3 രണ്ടും കൂടി കൂട്ടിയാൽ ഫസ്റ്റ് ടേം 2 പ്ലസ് 3. അപ്പൊ എത്ര? 5. ഇവിടെ 4 ഉണ്ട്. 4 പ്ലസ് എത്ര? 5. 4 പ്ലസ് 1. അപ്പൊ അതിന്റെ nth ടേം എത്ര? 4n പ്ലസ് 1. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതിന് ഇത് കാണാൻ. ഇനി ഇതിന് ഇത് കാണണമെങ്കിലോ നോക്കാം. നമുക്ക് ഒന്ന് മാത്രം നോക്കട്ടോ. ഇതിന് ഇത് കാണാം. 6n പ്ലസ് 4 അതിന്റെ സം ഓഫ് nth ടേം sn കാണാം. എന്താ ചെയ്യാം? നമുക്കറിയാം ഡാഷ് n സ്ക്വയർ പ്ലസ് ഡാഷ് n ആണ്. ഈ ഡാഷിൽ എന്താ? കോമൺ ഡിഫറൻസിന്റെ പകുതി. ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇവിടെ കാണപ്പെടുന്ന കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ 6 അവിടെ ഉള്ളത് 6ന്റെ പകുതി ആയിരിക്കും ഇവിടെ. അപ്പൊ 6/2 3. അപ്പൊ 3n സ്ക്വയർ പ്ലസ് ഇനി എന്താണ്? രണ്ടും കൂടി കൂട്ടിയാൽ 10 ആണ്. 6 പ്ലസ് 4 10. x1 ഈക്വൽ ടു എന്താണ്? 10 ആണ്. അപ്പോ ഇവിടെ 3 ആണുള്ളത്. 3യും ഇവിടെ വരാനുള്ള വാല്യൂ കൂടി കൂട്ടിയാൽ എന്താണ്? നമുക്ക് 10 കിട്ടണം. അപ്പൊ 3 പ്ലസ് എത്രയാണ്? 10 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 7 ആണ്. അപ്പൊ 3n സ്ക്വയർ പ്ലസ് 7n ആണ് ഇതിന്റെ nth ടേം. ഓക്കെ, ഇതിന്റെ സം ഓഫ് nth ടേം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒന്നും കാണാൻ കഴിയണം. വളരെ സിമ്പിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഡിഫറൻസ് പല സീക്വൻസുകൾ എടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ കാര്യം വളരെ ടൈം എടുത്ത് നമ്മൾ ചെയ്തത്. ഏതായാലും വീഡിയോ ലെങ്ത് കൂടി. ഇത് ഒറ്റയടിക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കാര്യങ്ങൾ പഠിക്കണ കുട്ടിയൊക്കെ നമ്മൾ കറക്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അത്ര സമയം എടുക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.
താങ്ക് യു.